കേരളത്തിൽ തിരുവിതാംകൂറിലെ വെങ്ങാനൂരിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവന്റെ പേര് അയ്യങ്കാളി. പക്ഷേ അന്നത്തെ സമൂഹം അവനെ ആദ്യം കണ്ടത് ഒരു മനുഷ്യനായല്ല, ഒരു പുലയനായി. അക്കാലത്ത് പുലയർക്ക് പൊതുവഴികളിലൂടെ നടക്കുന്നതും പല സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതുപോലും വിലക്കപ്പെട്ടിരുന്നു. ജനനം തന്നെയായിരുന്നു അവരുടെ കുറ്റം. ക്ഷേത്രങ്ങൾ അവരുടേതല്ല, സ്കൂളുകൾ അവരുടേതല്ല, പൊതുസ്ഥലങ്ങൾ പോലും അവരുടേതല്ല. സമൂഹം അവരോട് പറഞ്ഞത് ഒരേയൊരു കാര്യമായിരുന്നു: നിങ്ങൾ താഴ്ന്നവരാണ്. പക്ഷേ അയ്യങ്കാളി ഒരു കാര്യം മനസ്സിലാക്കി: ഈ ലോകം മാറ്റാൻ ആരും വരില്ല, അത് മാറ്റേണ്ടത് നമ്മൾ തന്നെയാണെന്ന്. 1893 അയ്യങ്കാളി ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. അന്നുവരെ സ്വന്തം സമൂഹത്തിൽ ആരും ചെയ്യാത്ത കാര്യം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം കാളവണ്ടിയിൽ കയറി പൊതുവഴിയിലൂടെ യാത്ര തുടങ്ങി. ഇന്നത് സാധാരണമായി തോന്നാം, പക്ഷേ അന്ന് അതൊരു കലാപ പ്രഖ്യാപനമായിരുന്നു. അതൊരു മനുഷ്യന്റെ യാത്രയല്ലായിരുന്നു. നൂറ്റാണ്ടുകളായി തലകുനിച്ച് ജീവിക്കാൻ നിർബന്ധിതരായ ഒരു ജനതയുടെ ആത്മാഭിമാനം മുന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ അയ്യങ്കാളിയുടെ ധൈര്യം എല്ലാവർക്കും ഇഷ്ടമായില്ല. ചിലർക്കത് വെറും യാത്രയല്ലായിരുന്നു, സമൂഹത്തിന്റെ പഴയ നിയമങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. പുലയർ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ആവശ്യം. പഠിക്കാൻ പോലും അവകാശമില്ലാത്ത ജീവിതം മാറ്റണമെന്നായിരുന്നു സ്വപ്നം. പക്ഷേ മാറ്റം എളുപ്പമായിരുന്നില്ല. പഴയ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഓരോ ശ്രമവും ശക്തമായ എതിർപ്പുകളെ നേരിട്ടു. അയ്യങ്കാളി പിന്നോട്ടില്ലായിരുന്നു. അവകാശങ്ങൾ ആരും സമ്മാനിക്കില്ലെന്നും അവ നേടേണ്ടതാണെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. പതിയെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഒരാളുടെ ചിന്ത ആയിരങ്ങളുടെ ശബ്ദമായി മാറാൻ തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ അയ്യങ്കാളി വെറുമൊരു വ്യക്തിയല്ലാതെയായി. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന്റെ മുഖങ്ങളിലൊന്നായി അദ്ദേഹം മാറി. അയ്യങ്കാളിയുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും പ്രചോദിപ്പിച്ച സംഭവം ഏതാണ്? കേരളത്തിന്റെ മഹത്തായ ചരിത്രങ്ങളും മറന്നുപോയ നായകരുടെ കഥകൾ അറിയാൻ അറിവിന്റെ കലവറ ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.